നമ്മളൊന്ന് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കണത്. ഇഡ്ഡലിപ്പൊടി നല്ല ടേസ്റ്റും സിമ്പിളായൊരു ഇഡ്ഡലിപ്പൊടിയാണ്. അരിയുണ്ട്, ചോറ് വയ്ക്കുന്ന അരിയാണ്. ചോറ് വയ്ക്കുന്ന അരി ഇത്ര എടുത്തിട്ടുണ്ട്. മുതിരയുണ്ട്, കടലപ്പരിപ്പുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, ഇതെല്ലാമാണ്. പൊട്ടുകടല, പിന്നെ കായം പൊരിച്ച് വെച്ചതാണ്, വറുത്ത് വെച്ചതാണ്. കായം, കുരുമുളക്, മുളക്. കായം, കുരുമുളക്, മുളക് 3 ഉണ്ട്. പിന്നെ കറിവേപ്പില. നമുക്ക് ഉപ്പ്, പാകത്തിന് ഉപ്പ്. നമുക്കിത് വറുത്തെടുക്കണം. വറുത്ത് ചൂടാറിയ ശേഷമാണ് പൊടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വറക്കാം. ആദ്യം നമുക്ക് മുളകിട്ട് കൊടുക്കാം. അതിനൊപ്പം കുരുമുളക് ഇട്ട് കൊടുക്കാം. നാട്ടാൻ നമ്മുടെ ഇവര് പാകത്തിന് നമുക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. 2 സ്പൂണുണ്ട്. നല്ല വറക്കണം. കമ്മിയാകാൻ പാടില്ല വറവ്, എന്നാൽ അധികമാകാൻ പാടില്ല. നമ്മൾ എടുത്ത് വയ്ക്കാനുള്ളതല്ലേ, കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വറക്കണം, നല്ല മണം വരുന്ന വരയ്ക്കും വറക്കണം. നമുക്ക് എടുത്ത് കൊട്ടാം. ഉഴുന്നിട്ട് കൊടുക്കാം. കറുപ്പ് ഉഴുന്നാണ്. കളറൊക്കെ മാറി നമുക്ക് മാറ്റാം. മുതിര വറക്കാം. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. വെള്ള എള്ളാണ് ഇട്ട് കൊടുക്കാം. എള്ള് കളറൊക്കെ മാറി മാറ്റി കൊടുക്കാം. നമ്മുടെ കടല, പൊട്ടുകടലയാണ്. പൊട്ടുകടല വേഗം ആയി മാറ്റി കൊടുക്കും. ഞാൻ ചോറ് വയ്ക്കുന്ന അരിയാണ്. ഇത് വലിയ 3/4 ഗ്ലാസ് ഉണ്ട്. കായം വറുത്ത് വെച്ചാണ്. ഇതിലിട്ട് കൊടുക്കാം. ചൂടാവട്ടെ. റെഡിയായി. നമുക്ക് മാറ്റാം. കറിവേപ്പില നല്ല കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചാണ്. കറിവേപ്പില ഉണ്ട്. ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിൽ കല്ലുപ്പാണ്. ഉപ്പിട്ടു. എല്ലാം കൂടി നമുക്ക് വറുത്ത് കൊടുക്കാം. നമ്മുടെ വേപ്പിൻ്റെ ഇല റെഡിയായി. ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം അടുപ്പ്. നമ്മുടെ വറുത്ത് വെച്ച സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചൂടാറി നമുക്ക് പൊടിക്കാം. നല്ല അടിപൊളി ഇഡ്ഡലിയും പൊടി നേരിട്ട് വയ്ക്കാം. എണ്ണ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.